പ്രിയമുള്ളവരെ, ഈ ലോകത്തെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച, മലക്കുകളെയും മനുഷ്യരെയും ജിന്നുകളെയും ഇരുലോക വിജയത്തിനു വേണ്ടി പ്രയത്നിച്ച, എല്ലാത്തിലും ഉപരി കരുണാവാരിധിയായ അല്ലാഹുവിനെ അതിരറ്റ് പ്രണയിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഉം സ്നേഹവും എല്ലാ അർത്ഥത്തിലും അവിടുത്തോടുള്ള അംഗീകാരവുമാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം. ഞാനിത് പറയുമ്പോൾ ഏത് വേദനകളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ചര്യ പരമാവധി അനുധാവനം ചെയ്തുകൊണ്ട് സലാത്തു സലാമുകൾ സമർപ്പിച്ചാൽ പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്റെ അനുഭവത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ ഫോണിൽ വിളിച്ചു. ഒരാൾ തന്ന നമ്പറാണ്. ഞാൻ വിളിക്കാൻ കാര്യം സങ്കടകരമായ വേദനാജനകമായ വിഷയം ഉസ്താദിനോട് പറയാനാണ്. എനിക്കും എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിൽ നിന്ന് വേർപിരിഞ്ഞവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഞാനിത് പറയുന്നത് 9 മക്കളുടെ ഉമ്മയാണ് ഞാൻ. എനിക്കിപ്പോ 60 വയസ്സ് കഴിഞ്ഞു. 8 പേരും ചെറുപ്രായത്തിൽ തന്നെ അല്ലാഹുവിലേക്ക് യാത്രയായി. ഏക മകനും ഭർത്താവുമൊത്ത് ജീവിക്കുമ്പോ അദ്ദേഹം കച്ചവടക്കാരനാണ്. മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് ബാപ്പയെ സഹായിക്കാൻ പലപ്പോഴും കച്ചവടത്തിന്, ബിസിനസിന് ബാപ്പയോടൊപ്പം പോകുമായിരുന്നു. പ്രായമായി അവനെ വിവാഹം ചെയ്തു കൊടുത്തു. 2 കുട്ടികൾ, ഒരാണും പെണ്ണും. സന്തോഷമായി ജീവിക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നിൽ നിന്ന് വേർപിരിഞ്ഞത്. 8 മക്കൾക്ക് പുറമെ എന്റെ ഭർത്താവും എന്നോട് വിട പറഞ്ഞു. പിന്നെ എല്ലാം എന്റെ മകനാണ്. അവൻ എന്നെ വേണ്ടവണ്ണം സംരക്ഷിച്ചു. ഒരു ദിവസം പതിവില്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവൻ കച്ചവടത്തിന് പോയി. കടയിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോ നെഞ്ചിന് വല്ലാത്ത വേദന. അവൻ കുഴഞ്ഞു വീണു. ആളുകളൊക്കെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എന്റെ ആ പ്രിയപ്പെട്ട മകനും എന്നോട് വിട പറഞ്ഞു. ബാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, 9 മക്കളും നഷ്ടപ്പെട്ട ഒരു തള്ളയാണ് ഞാൻ. ഇപ്പൊ എനിക്കുള്ളൊരു വേദന, എന്റെ ചെറുമകനാണ് കട പിന്നീട് ഏറ്റെടുത്തത്. അവന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ബാപ്പയുടെ കട ഏറ്റെടുത്ത് അവൻ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനിപ്പോ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ശ്വാസം മുട്ടൽ, ശ്വാസം കിട്ടാതെ പിടയുകയാണ്. രുചിയും മണവുമൊന്നും അവന് തിരിച്ചറിയുന്നില്ല. അവനും കൂടി നഷ്ടപ്പെട്ടാൽ എന്റെ അവസ്ഥ എന്താവും? എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ മരിച്ചിട്ടില്ല, നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടില്ല, നിങ്ങളുടെ മക്കൾ മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് അല്ലാഹുവും കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്. നിങ്ങൾ സധൈര്യം മുത്തുനബിയോട് അടുക്കണം, എല്ലാ അർത്ഥത്തിലും അവരെ പ്രണയിക്കണം.
ഞാൻ ഈ പറയുന്ന സ്വലാത്ത് 1000 തവണ നിങ്ങൾ ഉരുവിടണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖദ് ലാഖത് ഹീലതി അദ്രികിനി. ഇത് 1000 തവണ നിങ്ങളങ്ങോട്ട് ഉരുവിട്ടിട്ട് ഈ സ്വലാത്ത് മുൻനിർത്തി പരമദയാലുവായ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. മാത്രമല്ല തിരുനബിയോടും ഈ സ്വലാത്ത് ഹദിയ ചെയ്തിട്ട് പറയണം, യാ റസൂലല്ലാഹ്, എനിക്ക് അള്ളാഹു നൽകിയ 9 അമാനത്തും അള്ളാഹു തിരിച്ചെടുത്തു. എന്റെ ഭർത്താവിനെയും തിരിച്ചെടുത്തു. എനിക്ക് ഏക ആശ്രയമായിട്ടുള്ള എന്റെ ചെറുമകൻ കോവിഡ് പോസിറ്റീവായി ഓക്സിജൻ കിട്ടാതെ പിടയുകയാണ്. കാണാൻ കഴിയില്ല. അവനും കൂടി നഷ്ടപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുകയാണ്. എനിക്കൊരു പരിഹാരം തരില്ലേ? ആ ഉമ്മ അങ്ങനെ ദുആ ചെയ്തു. മാത്രമോ ദിവസവും 1000 എണ്ണം ഓതി. ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആ സ്വലാത്ത് കൃത്യമായി ചൊല്ലി. അള്ളാഹുവിന്റെ രക്ഷയും ഗുണവും നബിയെ അങ്ങയുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. എന്റെ വേദന അങ്ങ് കാണുന്നില്ലേ? ഇതിനേക്കൊരു പരിഹാരം, ഖദ് ലാഖത് ഹീലതി അദ്രികിനി, എനിക്കൊരു പരിഹാരം നൽകണം. ഞാൻ ആ അർത്ഥം ചിന്തിച്ച് സ്വലാത്ത് ചൊല്ലി. അൽഹംദുലില്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ എന്റെ മുത്തുനബിയെ സ്വപ്നം കണ്ടു. എന്റെ ചെറുമകന്റെ അരികിൽ വന്നിട്ട്, എന്റെ പൊന്നുമോന്റെ അരികിൽ വന്നിട്ട് മുത്തുനബി ഒന്ന് തലോടി. ഇന്ന് രാവിലെ ഞാൻ അവന്റെ അരികിൽ ചെല്ലുമ്പോ അവന്റെ മുഖത്തിന് നല്ല പ്രകാശം. അവന്റെ വിഷമങ്ങൾ മാറിയിരിക്കുന്നു, ശ്വാസം മുട്ടൽ നീങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ രുചിയും മണവുമൊക്കെ അവന് തിരിച്ചറിയാൻ തുടങ്ങി. ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഒരു സ്ഥലത്തും രക്ഷയില്ലാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അവൻ പിടഞ്ഞു മരിക്കേണ്ട അവസ്ഥ കാണേണ്ട ഈ പാവപ്പെട്ട വൃദ്ധയായ മാതാവിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആ ബറക്കത്ത് കൊണ്ട് എന്റെ പൊന്നുമോനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ കരഞ്ഞുപോയി. പ്രിയമുള്ളവരെ, നമുക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും നാം മോശമായ വഴിയിലേക്ക് അഥവാ പോയാൽ തന്നെ പശ്ചാത്തപിച്ച് തിരിച്ച് മുത്തുനബിയുടെ മേൽ സലാത്ത് സലാം ചൊല്ലിയാൽ ആ സലാത്തും സലാമും സന്മാർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമെന്ന് അനുഭവങ്ങൾ സാക്ഷിയാണ്, ലോകം സാക്ഷിയാണ്, പ്രകൃതി വസ്തുക്കൾ സാക്ഷിയാണ്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബായ, കരളിന്റെ കഷ്ടമായ, സത്യത്തിന്റെ പൂമൊട്ടായ, സ്നേഹത്തിന്റെ അക്ഷയകനിയായ ആ ഹബീബിനെ പ്രണയിച്ചോ. ആ ഹബീബിന്റെ ചരിത്രങ്ങൾ പഠിച്ചോളൂ. ആ ഹബീബ് നമ്മെ സ്നേഹിച്ചതിന്റെ ഒരംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഹബീബ് നമ്മളെ കൈവിടില്ല. അതുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖദ് ലാഖത് ഹീലതി അദ്രികിനി. ഈ ചെറിയ സലാത്ത് ചൊല്ലി ആ സലാത്ത് മുൻനിർത്തി പടച്ചവനോടൊന്ന് ദുആ ചെയ്യുക. നബി തങ്ങളുടെ മുമ്പിൽ ഇതാ നാം അവിടുന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അപേക്ഷിക്കുക. തീർച്ചയായും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു, മുത്തുനബിയോട് ദുആ ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ മുത്തുനബി നിങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കാരുണ്യത്തോടെ എല്ലാ അർത്ഥത്തിലും വിജയകരമായി പൂർത്തിയാക്കി തരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് മുറുകെ പിടിക്കാൻ സഹോദരങ്ങളെ നമുക്ക് അല്ലാഹു എല്ലാവിധ ആത്മീയമായ പുരോഗതിയും നബിതങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിതമാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.